പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു കുർത്തിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന നെക്ക് ഡിസൈനാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ലേസും കൂടി ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിടുന്നുണ്ട്. മടക്കി കഴിയുമ്പം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 15.5 ഇഞ്ചും അതുപോലെ വിഡ്ത്ത് 6 ഇഞ്ചുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മളുടെ. അപ്പോൾ ഈ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ താഴത്തോട്ടേക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് ഞാൻ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. അതും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് ഇതുപോലെ യോജിപ്പിച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. ഇനി ഇതാ ഞാൻ ഇവിടുന്ന് റൈറ്റിലോട്ടേക്ക് ഒരു 2 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴത്തോട്ടേക്ക് നമ്മളൊരു 14 ഇഞ്ചിലും ഒരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി രണ്ടും യോജിപ്പിച്ചിട്ട് നമ്മൾ അതേപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇവിടുന്ന് മുകളിലേക്ക് ഞാനൊരു 2 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മാർക്കിങ്ങും അതുപോലെ ഇതാ ഈ ഒരു കോർണറിലേക്കുള്ള പോയിന്റും തമ്മിൽ നമ്മളൊന്ന് ഇതുപോലെ യോജിപ്പിച്ചിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ മുകളിലേക്ക് ഒരു 2 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ മാർക്കിങ്ങിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് 1 ഇഞ്ചിലും ഒരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു നെക്ക് ഡിസൈന് നമ്മൾ ക്യൂൻ ആനി നെക്ക് ഡിസൈൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ ഈ ഒരു വരച്ച ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ നമുക്ക് ഇതുപോലെ ഒരു പീസാണ് കിട്ടുക. ഇനി നമുക്കിത് സാധാരണ പോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു ക്ലോത്തിൻ്റെ സൈഡിൽ 1 ഇഞ്ച് മാത്രം ബാക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി ആവശ്യമില്ലാത്ത പീസെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ഈ നെക്ക് ഒന്നും കൂടി അളന്ന് നോക്കണം. എന്നിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം കുറച്ചും കൂടി ഈസി ആയിരിക്കും ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് ഈ സൈഡിലുള്ള പീസ് ഇതുപോലെ ഒരു ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ ആ സ്റ്റിച്ച് അയച്ചു മാറ്റേണ്ടി വരും. അപ്പോൾ അതിലും ഭേദം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. ഇതുപോലെ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഞാനിതാ ഈ പീസ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അതിനുശേഷം ആ മാർക്ക് ചെയ്ത് അതിൽ കൂടി നമുക്കിതുപോലെ ഒരു ലൈനൊന്ന് വരക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്തുനിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ചിൽ ഞാൻ മാർക്കിങ് കൊടുക്കുന്നുണ്ട്. വീണ്ടും ആ പോയിന്റിൽ നിന്ന് മുകളിലോട്ടേക്ക് ഇങ്ങനെ 2 ഇഞ്ച് വെച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്താൽ മതി. മുകളിലത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന ഭാഗമാണ്. അതിനുശേഷം എന്താ നമുക്ക് ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ ചെരിച്ചിട്ട് 2 സൈഡിൽ നിന്നും ഓരോ ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനിതാ ഇതുപോലൊരു ലേസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലേസ് ഇതിന് ചുറ്റും ഇതുപോലെ വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വരച്ച ഈ ലൈനിൽ കൂടിയും ലേസ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ലേസൊക്കെ അറ്റാച്ച് ചെയ്ത് ഈ ഒരു പീസ് നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിത് കുർത്തിയിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത കുർത്തി പീസിൻ്റെ നല്ല വശം. അപ്പോൾ ഇത് തിരിച്ചു വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ പീസ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബാക്ക് ഭാഗം ഇതുപോലെ വെക്കുക. എന്നിട്ട് ഈ നമ്മൾ റെഡിയാക്കിയെടുത്ത പീസിൻ്റെ നല്ല വശം കുർത്തി പീസിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന രീതിയിൽ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ വെച്ചിരിക്കുന്ന പീസൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഈ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കോർണറിലൊക്കെ എത്തുമ്പോൾ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് വേണം തുണി ഇതുപോലെ തിരിക്കാൻ, അല്ലെങ്കിൽ നെക്ക് നീറ്റായിട്ട് നമുക്ക് കിട്ടൂല. ഇതുപോലെ കോർണറിലെത്തുമ്പോൾ ഒന്ന് കുത്തി നിർത്താം. അതിന് ശേഷം തുണി തിരിച്ചിട്ട് നമുക്ക് സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്ത് വരാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ പിന്നെല്ലാം മാറ്റിയിട്ട് സ്റ്റിച്ചിലൊന്നും തട്ടാതെ ഇതുപോലെ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് വീണ്ടും സ്റ്റിച്ചിലൊന്നും തട്ടാതെ ഈ കോർണറിലൊക്കെ ചെറിയ കട്ടിട്ട് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തിരിച്ചിടാൻ പറ്റും അപ്പുറത്തെ ഭാഗത്തോട്ടേക്ക്. അതിന് ശേഷം നമുക്കിതാ ഇതുപോലെ മറ്റേ സൈഡിലോട്ടേക്ക് ഒന്ന് തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാ ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവ്സിലും ഞാൻ ഇതുപോലെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ടുള്ള ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇതിൻ്റെ പാൻറ് പീസ് ഞാൻ ചെയ്തിരിക്കുന്നത് സ്ട്രെയിറ്റ് പാൻ്റ് ആയിട്ടാണ് എലാസ്റ്റിക് വെച്ചിട്ടുള്ളത്. അപ്പോൾ എലാസ്റ്റിക് സ്ട്രെയിറ്റ് പാൻസിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.